ഞാൻ റീസെന്റ് കണ്ട ഒരു കിടിലം ത്രില്ലർ മൂവിയാണ് സ്റ്റോളൻ. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണോ അല്ലെങ്കിൽ മൂവിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി നടക്കുന്ന അങ്ങ് നോർത്തിലാണ്, അത്ര അറിഞ്ഞാൽ മതി. പോയി കണ്ടു നോക്കുക, ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു മൂവിയുടെ സ്റ്റോറിയും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഒരു വൺ ലൈൻ സ്റ്റോറിയാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. പക്ഷെ ഒന്നും അറിയാതെ പോയിരുന്ന് കാണുമ്പോൾ ആ ഒരു 1.5 മണിക്കൂർ മൂവി നിങ്ങൾക്ക് തരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പീക്കാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവി ഇൻസ്പയർ ചെയ്തിരിക്കുന്ന റിയൽ ലൈഫ് ഇവന്റ്സ് എന്നാണ്. ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു വലിയൊരു കെയോസ് നിന്ന് രക്ഷപ്പെട്ട് പുറത്തുനിന്ന് ഒരു ഫീൽ കിട്ടും. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീടുള്ള ഓരോ സ്റ്റെപ്പും ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് കൊണ്ടുവരിക്കുന്നത്. ആ ഒരു ഇവന്റ്സിന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് ഈ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ. അതായത് ഈ ഒരു ഇവന്റ് ഈ ഒരു നോർത്തിലുള്ള ഒരു ടെറൈനിൽ പ്ലേസ് ചെയ്ത് ആ ഒരു ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് അടിപൊളിയാണ്. നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ കൂടെ ആ ഒരു ജേണിയിൽ ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കയോസിൽ നമ്മൾ ട്രാപ്പായി പോയി അവരുടെ കൂടെ ആ ഒരു ഫുൾ ജേണി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു എൻ്റെ മൂവി വർക്കാവാൻ ചാൻസ് ഇല്ല. ആ ഒരു ഫീൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ, ആ ഒരു ലാസ്റ്റ് പോയിന്റ് വരെ കിട്ടുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര കണക്ട് ആവുന്നുണ്ട്. അതിന്റെ അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ആൾക്കാരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. ഈച്ച് ആൻഡ് എവ്രി വൺ ഇൻ ദ മൂവി അവരുടെ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നോർത്തിൽ പോയി ഇതുപോലത്തെ സിറ്റുവേഷനിൽ ട്രാപ്പ് ആയി പോയി അതിന്റെ സീരിയസ്നെസ് എന്ത് മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രക്ഷപ്പെടുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ഉള്ള ആൾക്കാർ സേഫ് അല്ല, പിന്നെയാണ് പുറത്തുനിന്ന് വന്ന ആൾക്കാർ വെച്ചേക്കത്തില്ല അവന്മാർ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരുള്ള ഒരു ഏരിയയാണ്. സോ അങ്ങനത്തെ കുറെ ആൾക്കാരും അങ്ങനത്തെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ നോർത്തിൽ അങ്ങനത്തെ ഒരു ടെറൈനൊക്കെ വളരെ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷന്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ് നമുക്ക് ഭയങ്കര രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. സോ എന്തായാലും കണ്ടു നോക്കുക. ഒരു 1.5 മണിക്കൂറുള്ള ഒരു മൂവി, ആ ഒരു ടൈം പീരീഡിൽ നല്ലൊരു കിടിലം ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരുന്ന മൂവിയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഓൾറെഡി ഈ ഒരു മൂവി റിലീസായിട്ട് 1 വർഷം 2 വർഷം ആയി. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയി ഒരുപാട് പ്രൈസ് ഒക്കെ അടിച്ച ഒരു മൂവിയാണ്. ഇപ്പോഴാണ് റീസെന്റ് OTT റിലീസ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡാണ് സിനിമയുടെ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ഈ ഒരു മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.